ഡീസന്റ് സസ്പെൻസ് ഇല്ല, ദൃശ്യത്തിന്റെ മറ്റൊരു ലെവൽ ഐറ്റം, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന ഒരു ലെവലിൽ ഞാൻ വെറുതെ പറയില്ല, ദൃശ്യത്തിന് മറ്റൊരു ഐറ്റം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പെർഫോമൻസ് ഒരു രക്ഷയില്ല, ഒരു സസ്പെൻസ് ഫാമിലി ത്രില്ലർ ആയിരിക്കും, ഇതൊരു ഹിറ്റ് ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. സൂപ്പർ സൂപ്പറായി, സസ്പെൻസ് ആണ്, ഒന്നും പറയാനില്ല. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു പോയിന്റ് പോലും പറഞ്ഞ പ്രോബ്ലമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, കണ്ടു തന്നെ അറിയാം. അടിപൊളി മൂവിയാണ്. ഞാൻ അഭിനയിച്ചുകൊണ്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യൂരിയോസിറ്റി ഉള്ള പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ പടം ഭയങ്കര ക്യൂരിയോസിറ്റി ആയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാരും വന്ന് കാണാം. ഒരുപാട് സന്തോഷം ഈ ഒരു മൂവിന്റെ പാർട്ടാവാൻ പറ്റിയതിൽ. സന്തോഷം, എല്ലാരും വന്ന് കാണാം. അതെ, എല്ലാരും നന്നായി ചെയ്തു. അതെ, സസ്പെൻസ് ആയതുകൊണ്ട് മൂവിയെ കുറിച്ച് കഥയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് സസ്പെൻസ് ആണ് എല്ലാ കഥാപാത്രങ്ങളും. നല്ല പക്കാ ത്രില്ലറാണ്. അതേപോലെ തന്നെ നല്ല സൂപ്പർ MC നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ക ത്രില്ലർ ജോണറാണ്. പിന്നെ നസ്രിയന്റെ കംബാക്കൊക്കെ അടിപൊളിയാണ്. എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ടുണ്ട്. പക്ക സസ്പെൻസും അടിപൊളി ക്ലൈമാക്സ്. തിയേറ്ററിലെ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെയും ഞാൻ നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. സിനിമ കണ്ടപ്പം ഒരു പ്രേക്ഷക എന്ന നിലയിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ദിസ് വർക്ക്. ആൻഡ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടു ബി ലൈക്ക് ദിസ് ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബേസിലേട്ടൻ വില്ലനാണെന്നുള്ള ഓൾറെഡി നമുക്കറിയാം. അപ്പം വില്ലൻ ക്യാരക്ടർ എനിക്കൊന്ന് പുതുമയാണ് ബേസിലേട്ടൻ്റെ ഒരു. എനിക്കൊന്നും പറയാനില്ല. ബേസിക്കലി എനിക്ക് ഇത് വർക്കായി, ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ടൈം വാച്ചറാണ് ഞാനും. സോ താങ്ക് യു. നസ്രിയ ബേസിൽ കോംബോ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഐ ഹാഡ് ഗൂസ് ബംസ്. ഐ എം വെരി ഹാപ്പി. ഞാനും ഈ ഫിലിമിൽ അഭിനയിച്ചു, അതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് അമേസിങ്. എനിക്ക് ഹാപ്പി ആസിൻ്റെ പ്രൊഡക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. ഇതെൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിമാണ്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല മാത്രമല്ല, ഇറ്റ്സ് എ ഷോർട്ട് ഹാപ്പി പടം. ത്രില്ലറാണ്, കോമഡി ഉണ്ട്, എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇത് കാണാൻ ത്രൂ ഔട്ട്. അത്രയും ത്രില്ലിംഗ് ആണ്. ത്രൂ ഔട്ട് കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ലൈക്ക് ഒരു മിനിറ്റ് പോലും നമ്മൾ ഇതായിട്ടിരിക്കില്ല, അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണുന്ന ക്രിസ്റ്റോന്റെ മ്യൂസിക് ആണെങ്കിലും എവറിത്തിങ് വാസ് ഗ്രേറ്റ്. എഡിറ്റിംഗ് ആണെങ്കിലും എവറിത്തിങ് വാസ് ഗ്രേറ്റ്. സൂക്ഷ്മദർശിനി എന്ന സിനിമ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ആ പേര് പോലെ തന്നെ കാണേണ്ട ഒരു ചിത്രമാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇൻ്റർവെലായിട്ട് നമുക്ക് ഇതിൻ്റെ കഥാഗതി എങ്ങോട്ട് പോകണമെന്നുള്ള ഒരു രക്ഷയുമില്ല. കാരണം നമുക്ക് ഈ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ കഥ എങ്ങോട്ട് പോകണം എന്നുള്ളത് മനസ്സിലാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറം നല്ലൊരു പ്രത്യേക ഒരു ത്രില്ലിങ് ചിത്രമാണ്. പിന്നെ നല്ല മേക്കിങ്, അതിൻ്റെ BGM പിന്നെ അതിലുള്ള പാട്ടും ഒക്കെ നന്നായിട്ടുണ്ട്. കോമഡിയും അതിൽ വർക്കൗട്ടുണ്ട്. അതിലും സ്ത്രീ കഥാപാത്രങ്ങളുടെ സിനിമ വേണം എന്ന് വേണം പറയേണ്ടത്. കാരണം നസ്രി ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയേക്കുന്നത് ഗംഭീരമായിട്ടുണ്ട്. ഒരു ഫാമിലി ആയിട്ടുള്ള ഇതും പിന്നെ ഒരു അന്വേഷണം എന്ന് വേണം പറയാൻ. അത്രയ്ക്കും നല്ലൊരു മേക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ ഡയറക്ടർ എടുത്തേക്കുന്നത്. എന്തായാലും പടം നന്നായിട്ടുണ്ട്. ഓഡിയൻസിന് ഒരു ക്ലൂവും കൊടുക്കാതെ നല്ല രീതിക്ക് അതിന്റെ ഒരു സസ്പെൻസ് എലമെന്റ്സ് നല്ല രീതിക്ക് വാക്കിയുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും രസമുള്ള ഒരു ത്രെഡിനെ നല്ല രീതിക്ക് ഡെവലപ്പ് ചെയ്ത് അവസാനം വരെ സസ്പെൻസ് എലമെന്റും ത്രില്ലറും കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു ചെറിയ പാളിച്ച പോലും സംഭവിക്കാത്ത രീതിക്ക് അവസാനം വരെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്തി നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നസ്രിയന്റെ ആയാലും ബേസിന്റെ ആയാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ, ഒരു ക്യാരക്ടർ ഗ്രോത്തോ പെർഫോമൻസോ അല്ല. മ്യൂസിക് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്, സപ്പോർട്ട് ആയിട്ടുണ്ട്. ഇതെന്തായാലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. നല്ല മേക്കിംഗ് ആണ്, ബ്യൂട്ടിഫുൾ. ഇതെന്തായാലും ഹിറ്റ് അടിക്കും, ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു മൂവിയാണ്. ഓഫ്കോഴ്സ് അതെന്തായാലും ആളുകൾ, കാരണം ബേസിൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയാലും മൂവി സെലക്ഷൻ ആയാലും ഒരു ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു കോമഡി സാധനങ്ങൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ജേണർ പരീക്ഷിക്കുന്നു. അതില് നല്ല രീതിക്ക് ആള് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ബേസിൽ നമ്മൾ ഈ പടത്തിൽ കാണുമ്പോൾ പോലും നമ്മൾ ഇതുപോലൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ് വരാൻ പോണെന്നുള്ളൊരു ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കാത്ത രീതിക്ക് ആള് വർക്ക്ഔട്ട് ചെയ്തത്. നസ്രിയന്റെ ആയാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല. സ്ക്രിപ്റ്റിംഗിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, നല്ല മേക്കിംഗ് ആണ്. സ്ക്രിപ്റ്റിംഗിലും ഡയറക്ഷൻ മേക്കിംഗിലും
ഗംഭീരമായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് അതിന്റെ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ മലയാള മൂവി കണ്ട ഫീലേ അല്ല. കാരണം ഇതിന്റെ സ്റ്റഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതുപോലുള്ള ഭയങ്കര ഷെയ്ഡി ആയിട്ടുള്ള ഹോളിവുഡ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നെക്സ്റ്റ് മൊമെന്റ് എന്ത് സംഭവിക്കുന്നുള്ള ആ ക്യൂരിയോസിറ്റി, അതൊരു ക്ലൈമാക്സ് വരെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സിമ്പിൾ സംഭവമല്ല. കാരണം നമ്മളും ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട് പ്രിപ്പയർ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മൊമെന്റ് പ്രഡിക്റ്റ് ചെയ്ത് അവിടെ നിന്നൊക്കെ നമ്മളെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന വീണ്ടും അങ്ങനത്തെ കഥകൾ എന്തുകൊണ്ട് മലയാള സിനിമയെ ബാക്കി സിനിമ ലോകം വാച്ച് ചെയ്യുന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് സൂക്ഷ്മദർശിനി. പിന്നെ ബേസിലിന്റെ ക്യാരക്ടറാണ് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ. സാധാരണ ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി കോമഡി അതിൽ നിന്ന് മാറി ബേസിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ പടം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കൊരു ആദ്യത്തെ 10-20 മിനിറ്റിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ സിനിമ കഴിയുമ്പോഴത്തേക്കും ബേസിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ്. ആ മിസ്റ്റീരിക്ക് ആ ഒരു ക്യാരക്ടർ അപ്പിയറൻസും ആ നോട്ടവും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.